യുവനടിയുടെ പരാതിയിലെ ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നുണ്ടാകും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുന്നത്. നടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ വിമർശിച്ചതിലെ വൈരാഗ്യത്തെ തുടർന്നുള്ള വ്യാജ പരാതി എന്നാണ് രഞ്ജിത്തിന്റെ വാദം. കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ച് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ലബി സജീന്ദ്രൻ നൽകും വിവരങ്ങൾ. ലബി, എപ്പോഴാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത്? ശ്രുതി, റിജിത്ത് രാവിലെ 11 മണിയോടുകൂടിയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഇതിൽ വിധി പ്രസ്താവം നടത്തുക. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ട രഞ്ജിത്തിനെ കാരവനിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ എത്തിച്ചിരുന്നു. ലൊക്കേഷനായ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ജയിലിലേക്ക് അയച്ചത്. ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഇടക്കാല ജാമ്യം അനുവദിക്കണം, തനിക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള മൗലിക അവകാശം ഉപയോഗപ്പെടുത്തണം, ആരോഗ്യസ്ഥിതി മോശമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇടക്കാല ജാമ്യത്തിന് അപേക്ഷ നൽകിയെങ്കിലും കോടതി ഇത് പരിഗണിച്ചിരുന്നില്ല. ഇന്ന് ഇത്തരത്തിൽ തന്നെ നടി താൻ സിനിമാ സെറ്റിൽ അഭിനയം മോശമാണ് എന്ന് കുറ്റപ്പെടുത്തിയതിന്റെ വൈരാഗ്യം തീർക്കാനാണ് തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ കേസിൽ പെടുത്തിയത്, തന്റെ ആരോഗ്യം വളരെ മോശമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി രഞ്ജിത്ത് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം ഇതാണ്: സമാനമായ കേസുകളിൽ ഇതിനു മുമ്പും രഞ്ജിത്ത് പ്രതിയായിട്ടുണ്ട്. അന്ന് സാഹചര്യങ്ങളുടെ ആനുകൂല്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഇത്തരത്തിൽ പ്രതി ചേർക്കപ്പെട്ടതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ഇത് മുൻകാല ചരിത്രം ഇത്തരത്തിലുണ്ട്. അത് മാത്രമല്ല, രഞ്ജിത്തിനെ ഈ ഘട്ടത്തിൽ ജാമ്യം നൽകി പുറത്തേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേസിന്റെ ഗതിയെ തന്നെ സ്വാധീനിക്കും, ഇതിന്റെ ബാക്കിയുള്ള സാഹചര്യത്തെയൊക്കെ സ്വാധീനിക്കും എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുക. ഏതായാലും ഇന്ന് രാവിലെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. ശ്രുതി. ഓക്കെ, ലബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.